ഒരാൾ തേങ്ങ ചിരകുന്നതിനോടൊപ്പം തന്നെ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനായിട്ട് ഒട്ടും കുറയ്ക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനും കുറച്ച് അകത്താക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തിനാനുള്ള പുറപ്പാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇലയപ്പം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ഇന്നാണെങ്കിൽ ഇലയപ്പം കഴിക്കാൻ പെട്ടെന്നൊരാഗ്രഹം. ഈ ആഗ്രഹം തോന്നിയാൽ പിന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കരുതല്ലോ. എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് ഞാനും കരുതി. സാധാരണ ഇങ്ങനെ കഴിക്കാൻ തോന്നുമ്പം പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തരലാണ് പതിവ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ എനിക്ക് മാത്രമേ ഇതിനോട് താല്പര്യമുള്ളൂ. വേറെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല. എനിക്കെന്തോ ഈ പഴമയുടെ രുചിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നൊസ്റ്റുമാണ്. പണ്ട് അമ്മ ഇതേ കണക്ക് ഉണ്ടാക്കി തരുന്ന സമയത്ത് ഞാൻ ഇതേ കണക്ക് ആ ഒരു ശർക്കരയും തേങ്ങയുടെ ഉള്ള മിക്സ് ഇങ്ങനെ വാരി കഴിക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ രുചിക്ക് പകരമാകില്ല മറ്റൊന്നും. അമ്മ ഉണ്ടാക്കി തരുന്നതിനൊക്കെ ഒരു പ്രത്യേക രുചി, ഒരു പ്രത്യേക സ്വാദാണ്. അതൊരു ചായ ആണെങ്കിൽ പോലും എന്തോ ഒരു വല്ലാത്ത രുചിയാണ്. അല്ലെങ്കിൽ അമ്മമാരോടൊപ്പമായിരിക്കുന്ന നേരത്തൊന്നും നമുക്ക് അവരുണ്ടാക്കുന്ന വിഭവങ്ങളുടെ രുചിയോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൻ്റെയോ ഒന്നും വില മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിലാവുന്ന ഒരു സമയം എന്ന് പറയുന്നത് അവരിൽ നിന്ന് വേർപെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ആഗ്രഹത്തോടെ ഉണ്ടാക്കി ലേപ്പം എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ.